പ്രിയ സ്നേഹിതരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ഒരന്ത്യമല്ല, ഭൂമിയിൽ നിന്നുള്ള വിടവാങ്ങൽ മാത്രമാണ്. ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് us, ഇറ്റ് ഈസ് ജസ്റ്റ് ദി എൻഡ് ഓഫ് അവർ എർത്തിലി ലൈഫ്. യേശു പറഞ്ഞിട്ടില്ല, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വചനം സത്യമാണെങ്കിൽ മരണം ഒരവസാനമല്ല. ക്രിസ്തുവിൻ്റെ രക്ഷകനായി നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മരണമെന്നത് ദൈവത്തോടൊപ്പമുള്ള പരദീസ ജീവിതത്തിൻ്റെ ആരംഭം മാത്രമാണ്. ക്രിസ്തുവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാ അപരാധങ്ങളും ക്ഷമിക്കപ്പെട്ട് അന്ന് തന്നെ പരദീസയിൽ പ്രവേശിക്കാൻ ഭാഗ്യമുള്ള ഒരാളുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും വീണ്ടെടുപ്പിന് സാധ്യതയില്ലാത്ത ഒരു കള്ളന മരിക്കുന്ന തൊട്ടു മുമ്പ് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് പരദീസ സ്വന്തമാക്കിയത്. അതാണ് നമുക്കുള്ള പ്രതീക്ഷ. എത്രയ്ക്ക് ഇടറിപ്പോയാലും അകന്നു പോയാലും വൈകിപ്പോയാലും വീണ്ടെടുപ്പിന് ഇനിയും സാധ്യതയുണ്ടെന്ന പ്രതീക്ഷ. ക്രിസ്തുവിലേക്ക് തിരിയുവാൻ നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല എന്ന് തന്നെയാണ് കള്ളൻ്റെ ജീവിതം വെളിപ്പെടുത്തുന്ന സത്യം. പലരും പറയാറുണ്ട്, ഇനി ഇവ നന്നാകാൻ സാധ്യതയില്ല എന്ന്, വയസ്സായി ഇനി സ്വഭാവം മെച്ചപ്പെടില്ല എന്ന്, ചികിത്സിച്ചു മടുത്തു ഇനി സൗഖ്യമുണ്ടാകില്ല എന്ന്, കടക്കണ്ണിൻ്റെ പടകുടിയില ഇനി കരകയറില്ല എന്ന്, മോശമില്ലാത്ത പാപമാണ് ചെയ്തത്, ഇനി ആത്മഹത്യ മാത്രമാണ് വഴിയെന്ന്. എത്രയധികം പേരുടെ നിരാശാജനകമായ വാക്കുകളാണിതൊക്കെ. ക്രിസ്തുവിലേക്ക് തിരിയുവാൻ, രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ ആരും വൈകിയിട്ടില്ലെന്നേ. മരണത്തിന് തൊട്ടും മുമ്പ് വരെ സമയമുണ്ടെന്നേ. ശരീരത്തിൽ ജീവൻ്റെ താളം ഉള്ളിടത്തോളം കാലം, ഹൃദയം ഇങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തോളം ഇനിയും പ്രതീക്ഷിക്കുവാൻ വഴിയുണ്ടെന്നേ. ചിലരെ നോക്കി നാം വ്യസനിക്കാറുണ്ട്, അവൻ ഒരുപാട് ദൂരം അകന്നു പോയിരിക്കുന്നു, ഇനി ഒരു മടങ്ങി വരവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും തോന്നാറില്ല. എന്നാൽ കള്ളൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു, ആരും അത്ര ദൂരം പോയിട്ടില്ല എന്ന്, സമയം വൈകിയിട്ടില്ല എന്ന്, അവസാന നിമിഷം വരെ ക്രിസ്തു കാത്തിരിപ്പുണ്ടെന്ന്. ഇഫ് ദിസ് thief can be saved, anyone can be saved. If there is hope for him, there is hope for you. സ്നേഹിക്കുന്നവർ ഉപേക്ഷിച്ച് കളയരുത്. ഒരു പക്ഷേ അവർ ദുഷ്ടനായ കള്ളനെപ്പോലെ ആയിരിക്കാം അവസാന നിമിഷം മനസ്സാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ സാധ്യതയുള്ള ഒരാൾ. ജീവിതം മുഴുവൻ അധമമായി ജീവിച്ച ഒരാൾക്ക് തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ കള്ളൻ തരുന്നത്. ഈ ഭൂമിയിൽ നിന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. എന്ന് നാം എവിടെയുണ്ട് നാളെ ഉണ്ടാകില്ല. സ്വർഗം തന്നെ നമ്മുടെ വാസഗേഹം. പക്ഷേ അവിടെ ഒരിടം കിട്ടുവാൻ ക്രിസ്തുവിൻ്റെ ഓർമ്മയിൽ നാം എന്നും ഉണ്ടാകണം. യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന കള്ളനെപ്പോലെ മനമുരുകി പ്രാർത്ഥിക്കാൻ നമുക്ക്. ആമേൻ.